യെസ്, ഐ ലോസ് മൈ 50K ഫണ്ടഡ് അക്കൗണ്ട്. ഫ്യൂച്ചേഴ്സിലായിരുന്നു. മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സിൻ്റെ 50Kയുടെ കോർ അക്കൗണ്ടിനാണ് പോയത്. ലോസ് അടിച്ച് പോയതൊന്നുമല്ല, എൻ്റെ മിസ് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഞാൻ എടുത്ത ഡിസിഷൻസ് കുറച്ച് തെറ്റിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻസ് കുറച്ച് തെറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത് കാരണം ലോസ് ആയ അക്കൗണ്ടാണ്. നമ്മൾ പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു. 0.5% 55% നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയ അക്കൗണ്ടാണ്. കുറച്ചുകൂടെ മതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസണൊക്കെ ഞാൻ പറയാം. സോ ഇതെനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു ഗിവ് അവേ ആയിട്ട് കിട്ടിയതാണ്. $1 എനിക്ക് 50Kയുടെ കോർ അക്കൗണ്ട് ഗിവ് അവേ ആയിട്ട് കിട്ടി. മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു ഗിവ് അവേ ഉണ്ടായിരുന്നു ഓൺ ഓഗസ്റ്റ് 30 എനിക്ക് മെയിൽ വന്നു, അക്കൗണ്ട് കിട്ടി, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് മെയിൽ വന്നു. സോ ഐ വാസ് സോ എക്സൈറ്റഡ്. എൻ്റെ ഫ്രണ്ടിനും കിട്ടി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സമയത്ത് 50Kയുടെ ഒരു അക്കൗണ്ട് ഗിവ് അവേ ആയിട്ട് കിട്ടി. സോ ഫസ്റ്റ് ടൈം ഫ്യൂച്ചേഴ്സ് ട്രൈ ചെയ്യണം. ഫ്യൂച്ചേഴ്സിനകത്ത് ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ റിസ്ക് കുറച്ച് ചെയ്തു. എടുത്ത ട്രേഡ്സ് റിസ്ക് 0.25% റിസ്കിലാണ് ചെയ്തത്. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പം സെക്കൻഡ് വീക്ക് തൊട്ട് കുറച്ച് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വീക്ക് തൊട്ടേ നമ്മൾ റിസ്ക് കൂട്ടി ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തേന് അത് വെച്ചു. അവസാനത്തേന് റിസ്ക് കൂട്ടി ചെയ്യാമെന്നുള്ള രീതിയിൽ വെച്ച് അവസാനം പ്രഷർ ബിൽഡായി ഭയങ്കരമായിട്ട്. സോ 30-ാം തീയതിയാണ് ഈ അക്കൗണ്ട്, 30-ാം തീയതി വരെ, സെപ്റ്റംബർ 30th വരെ ഈ അക്കൗണ്ട് നമുക്ക് ലൈവായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. 30th റിന്യൂ ആവുമെന്നാണ് പറഞ്ഞത്. പിന്നീട് അവർ എനിക്ക് ഇമെയിൽ വന്നത് 2nd ഒക്ടോബറിനാണ് റിന്യൂ ആവുന്നതെന്ന് പറഞ്ഞ് മെയിൽ വന്നു. സോ 30-ാം തീയതി അല്ല 2-ാം തീയതി വരെ സമയമുണ്ട് എന്നുള്ള രീതിയിൽ പിന്നെയും മുന്നോട്ട് പോയി. കുറച്ച് പ്രഷർ ബിൽഡായി. ഞാൻ അതെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ അതെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അക്കൗണ്ട് പോയി, അല്ലെങ്കിൽ എന്ത് ബെറ്റർ ഡിസിഷൻസ് എടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ത്രൂ ഔട്ട് ദ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എൻ്റെ മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സിൻ്റെ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ദാറ്റ് യു ഗൈസ് ക്യാൻ സീ മൈ മിസ്റ്റേക്ക്. നിങ്ങൾക്ക് അത് വരുത്താതിരിക്കാനും കൂടെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യുന്നതാണ്. സോ ഇന്നലെ 30th ആയിരുന്നു. ഇന്ന് October 1st ആയി. സോ നാളെയാണ് റിന്യൂവൽ എന്ന് ഓർത്തിരുന്നത്. പക്ഷേ 30-ാം തീയതി ആയപ്പോൾ തന്നെ ക്ലോസ് ആയി അക്കൗണ്ട്. സോ ഇന്നലെ വൈകുന്നേരം വരെ നല്ല പ്രഷർ ചെയ്തിരുന്ന് ഞാൻ എൻ്റെ പ്രോഫിറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ഇന്നലെ കുറച്ചധികം ട്രേഡ്സ് എടുത്തു. ഡിസിപ്ലിൻ ബ്രേക്ക് ആയോ എന്ന് ചോദിച്ചാൽ ഈ മന്ത് ഡിസിപ്ലിൻ ലോസസ് 2 ലോസ് എടുത്താൽ നിർത്തണം എന്നുള്ളത് അങ്ങനെ തന്നെ കീപ്പപ്പ് ചെയ്തു. ഇടയ്ക്ക് നമുക്ക് ഈ വീക്കിൽ നമ്മൾ 4 ട്രേഡും 6 ട്രേഡൊക്കെ എടുക്കേണ്ടി വന്നു. ബിക്കോസ് സമയം കുറവായിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെച്ചുകൊണ്ട് തന്നെ പ്രഷർ ഭയങ്കരമായിട്ട് ബിൽഡായി. എനിക്ക് എല്ലാ സെഷനും ട്രേഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ചില സെഷനിനകത്ത് ട്രേഡ്സ് മിസ്സായി. അതുകൊണ്ട് പിന്നെ പോയി കയറി കുളവാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ മിസ്സായല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി ട്രേഡ്സ് ബ്രേക്ക് ഈവൻ ആക്കി ഇറക്കി വിട്ടു. അങ്ങനെ 2-3 ട്രേഡ് ബ്രേക്ക് ഈവനിൽ ഇറങ്ങി. പിന്നെ 2 ട്രേഡ് പോസിറ്റീവ് ആക്കിയെടുത്തു. ഇന്നലെ PM സെഷൻ വരെ ഞാൻ ട്രേഡ് എടുക്കേണ്ടി വന്നു. രാത്രി 1 മണി വരെ 1 മണിക്കായിരുന്നു ലാസ്റ്റ് ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് മെയിൽ വന്നു, റിന്യൂവൽ പേയ്മെൻറ്റ് ഫെയിലായി, അതുകൊണ്ട് അക്കൗണ്ട് പോയി എന്ന് പറഞ്ഞ് ഇനി പുതിയൊരു വാല്യുവേഷൻ എടുക്കണം എന്ന് പറഞ്ഞ് മെയിൽ വന്നു. സോ ഇച്ചിരി ടാസ്ക് ആയിപ്പോയി. ഞാൻ ഈ അക്കൗണ്ട് പാസ്സാവും, ഓക്കെ ആകും, കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു. ട്രേഡിംഗ് പ്രോസസ്സ് ഭയങ്കര സ്മൂത്തായിരുന്നു. ഞാൻ ന്യൂയോർക്ക് സെഷൻ മാത്രമാണ് ട്രേഡ് ചെയ്തിരുന്നത്. ആദ്യത്തെ 3 ആഴ്ച ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലത്തിനെ പറ്റി ഒന്നും വറീഡേ അല്ല. വൈകുന്നേരം വന്നിരിക്കുക, ട്രേഡ് ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ എടുക്കാതിരിക്കുക, 2 ലോസ് ആയിക്കഴിഞ്ഞാൽ നിർത്തുക. സോ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ആ ഫ്ലോ സ്റ്റേറ്റിലായിരുന്നു ഞാൻ നിന്നിച്ചിരുന്നത്. ആൻഡ് ലാസ്റ്റ് 2 വീക്കിലേക്ക് വന്നപ്പോഴത്തേനും സമയം കുറവാണല്ലോ എന്നുള്ള പ്രഷർ ബിൽഡാകാൻ തുടങ്ങി. കുറച്ച് ലോസിലേക്ക് പോയി. ആൻഡ് പ്രോസസ്സിൽ നിന്ന് കുറച്ച് ഡീറ്റാച്ച് ആയി. അതുകൊണ്ട് തന്നെ കുറച്ചധികം ലോസ് എടുത്തു ആ 4th വീക്ക്. പിന്നെ ആ 4th വീക്കിൻ്റെ ലോസും കൂടെ റിക്കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്നുള്ള ടാസ്ക് ആയിരുന്നു ഈ വീക്ക്. പക്ഷേ 3 ദിവസം കൊണ്ട് ഒരു ദിവസം 2 ട്രേഡ് $500 പ്ലസ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലായിരുന്നു. ആൻഡ് അതെല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എനിവേസ് ഐ ലോസ് ദാറ്റ് അക്കൗണ്ട്. എൻ്റെ ഫ്രണ്ടിനും പോയി. സോ വി ഹാവ് ടു പർച്ചേസ് എ ന്യൂ വൺ. ഉടനെ പർച്ചേസ് ചെയ്യുമോ എന്നറിയില്ല. ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടില്ല ഇനി എപ്പോഴും എടുക്കണ്ടേ എന്നുള്ള കാര്യം. മോസ്റ്റ് പ്രോബബ്ലി എടുക്കണം എന്നുണ്ട്. എനിക്ക് ഫ്യൂച്ചേഴ്സ് ഇഷ്ടപ്പെട്ടു. ഫ്യൂച്ചേഴ്സ് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. CFD ആയിരുന്നു ചെയ്തിരുന്നത്. CFDയിൽ ഗോൾഡ് തന്നെയാണ്. ഫ്യൂച്ചേഴ്സിനകത്ത് ഞാൻ ചെയ്തിരുന്നത് ഗോൾഡ് തന്നെയാണ്. വേറെ പേരൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഗോൾഡിൻ്റെ ഫ്യൂച്ചേഴ്സാണ്. മൈക്രോ ഗോൾഡ് ഫ്യൂച്ചേഴ്സാണ് ചെയ്തിരുന്നത്.
സോ നമ്മൾ മൈക്രോ ചെയ്ത് വെച്ചിരുന്നത്. ലോട്ട് അതിനനുസരിച്ച് അലോക്കേറ്റ് ചെയ്യാനും പാർഷ്യൽ ഇറക്കാനൊക്കെ കുറച്ചുകൂടെ കംഫർട്ടബിൾ മൈക്രോസ് ആയതുകൊണ്ടാണ് അങ്ങനെ ട്രേഡ് ചെയ്തിരുന്നത്. ബട്ട് എനിവേസ് ഓവറോൾ മന്ത് പെർഫോമൻസ് ഭയങ്കര ഗ്രേറ്റ് ആയിരുന്നു. ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ് ബിക്കോസ് ഇതുവരെ ട്രേഡ് ചെയ്തതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് വിൻ റേറ്റ് ഉള്ള മന്ത് കൂടിയാണ് എനിക്കിന്ന് ഈ മന്ത്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ കംപ്ലീറ്റ്ലി ഫ്ലോ സ്റ്റേറ്റിലായിരുന്നു. എനിക്ക് എപ്പോൾ ട്രേഡ് ചെയ്യണം എപ്പോൾ ട്രേഡ് ചെയ്യേണ്ടത് കുറച്ചുകൂടെ കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് ചെയ്യാം, ഒരെണ്ണം മിസ്സായാലും കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ ഇമോഷൻസും അല്ലെങ്കിൽ ഡിസിപ്ലിനൊക്കെ പക്കയായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന വീക്കാണ്. ലാസ്റ്റ് വീക്കും ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു എനിക്ക്. ലാസ്റ്റ് വീക്കിൽ ഡിസിപ്ലിൻ എന്നല്ല, ഞാൻ എൻ്റെ റൂൾസ് കുറച്ച് ബ്രേക്ക് ചെയ്യേണ്ടി വന്നെങ്കിൽ പോലും ഞാൻ നെറ്റ് പോസിറ്റീവ് ആയിരുന്നു. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ ഫുൾ കലണ്ടർ തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്കകത്ത്. സോ ദിസ് ഇസ് ജസ്റ്റ് മീ എക്സ്പ്ലെയിനിങ് വാട്ട് ഹാപ്പൻ. സോ 50Kയുടെ അക്കൗണ്ട് പോയി. ആൻഡ് എനിക്ക് പുതിയൊരു റിയലൈസേഷൻ അല്ലെങ്കിൽ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്യാപിറ്റൽ കൂടുന്നതനുസരിച്ച് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് പോവുകയാണെങ്കിൽ യു വിൽ മേക്ക് മോർ മണി. ബിക്കോസ് 5Kയിൽ ഉണ്ടാക്കിയ സെയിം റിസ്ക്കും അല്ലെങ്കിൽ നമ്മൾ 0.5 റിസ്ക് അല്ലെങ്കിൽ 0.25 റിസ്ക് ആണ് 5Kയിൽ അല്ലെങ്കിൽ 50Kയിൽ എടുക്കുന്നെങ്കിൽ പോലും 1:2 എയിം ചെയ്താൽ 5Kയിൽ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ചെറിയ പ്രോഫിറ്റ് ആയിരിക്കാം. പക്ഷേ ക്യാപിറ്റൽ കൂടുന്നതനുസരിച്ച് 10K 50Kയിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രോഫിറ്റും അതുപോലെ ഇൻക്രീസ് ആവും. ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. യു ഡോണ്ട് നീഡ് ടു ചേസ് ബിഗ് മൂവ്സ്. 1:2 ആണെങ്കിലും നിങ്ങളുടെ റിസ്ക് അനുസരിച്ച് സെറ്റ് ചെയ്താൽ വണ്ടർഫുൾ റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നും കൂടി എനിക്ക് പഠിക്കാൻ പറ്റി. സോ യെസ്, എനിവേ പ്രോപ്പർ വീക്കായിരുന്നു. ഐ എം റിയലി ഹാപ്പി ഫോർ ദ റിസൾട്ട്സ്. ആൻഡ് കുഴപ്പമില്ല, അക്കൗണ്ട് പോയെങ്കിൽ പോലും നമ്മൾ ഇനി ഒരു $77 കൂടെ സ്പെൻഡ് ചെയ്ത് പുതിയൊരു അക്കൗണ്ട് എടുത്താൽ മതി. ഞാൻ ഇനി നിങ്ങൾക്ക് എൻ്റെ ഡാഷ്ബോർഡ് കാണിച്ചു തരാം. ഡാഷ്ബോർഡിനകത്തുള്ള എന്തൊക്കെയായിരുന്നു സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ തരാം. ആൻഡ് ലാസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എടുത്ത കുറച്ച് ട്രേഡ്സ്, ഈ വീക്ക് ഞാൻ കുറച്ച് ട്രേഡ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ ട്രേഡ്സും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ടൈം ലാപ്സ് വെട്ടിയിടാം. ബിക്കോസ് 28 മിനിറ്റ് 30 മിനിറ്റ് 1 മണിക്കൂറൊക്കെ എടുത്ത ട്രേഡ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതും ഫുള്ള് കാണിക്കേണ്ട ആവശ്യമില്ല. ഐ ജസ്റ്റ് കട്ട് ദ പോർഷൻസ് ആൻഡ് ഒരു ടൈം ലൈസ് പോലെ ഞാൻ ഇട്ട് തരാം. ഇതാണ് 50Kയുടെ പോയ അക്കൗണ്ട്. ഇതിൻ്റെ ഇക്വിറ്റി ബാലൻസ് നിങ്ങൾക്ക് കാണാം. $1666.8 നമ്മൾ ഉണ്ടാക്കി. പ്രോഫിറ്റ് ടാർഗറ്റ് 3000 ആയിരുന്നു. ഇന്നും കൂടെ ട്രേഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. എൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലെ പറ്റിയ മിസ്റ്റേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസിഷൻ മേക്കിൽ ഉണ്ടായ കുറച്ച് മിസ്റ്റേക്കുകൾ കാരണം പോയതാണ്. ഇതിൻ്റെ ഇക്വിറ്റി കർവ് അല്ലെങ്കിൽ ഗ്രോത്ത് കർവ് ഇങ്ങനെയായിരുന്നു. നമ്മൾ ഇടയ്ക്കുന്ന് കുറച്ച് താഴത്തേക്ക് പോയി, നമുക്ക് ഉണ്ടാക്കിയ പ്രോഫിറ്റ് കുറച്ച് താഴത്തേക്ക് പോയി. ഇതാണ് ഇതിൻ്റെ ട്രെയിലിംഗ് ഡ്രോഡൗൺ, മാക്സ് ട്രെയിലിംഗ് ഡെയിലി ട്രെയിലിംഗ് ഡ്രോഡൗൺ ആണ്. സോ ഇതാണ് എൻ്റെ ഡ്രോഡൗൺ പോയിക്കൊണ്ടിരുന്നത്. എല്ലാം ഓക്കെ ആയിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ പ്രോഫിറ്റിലായിരുന്നു. ഇതുവരെ ഡ്രോഡൗണിൽ പോകാതെ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് 79.37% എത്തിയായിരുന്നു. ഇത് കുറച്ചുകൂടെ ചെന്നിരുന്നെങ്കിൽ ഇത് ലോക്കാവും. 2100 ഡ്രോഡൗൺ ലോക്കാവും. പിന്നെ അത് കയറത്തില്ല, ഒരു ബഫർ പോലെ. പിന്നെ പ്രോഫിറ്റ് ടാർഗറ്റ് നമ്മൾ 55% എത്തിയിട്ടുണ്ട്. വിൻ റേറ്റ് അത്യാവശ്യം ഉണ്ടായിരുന്നു. വിൻ റേറ്റ് 58% വിൻ റേറ്റ് ഉണ്ടായിരുന്നു മൊത്തത്തോടെ എടുത്ത ട്രേഡ്സ്. ഇതായിരുന്നു ഓവറോൾ മന്തിൻ്റെ പെർഫോമൻസ്. പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഈ അക്കൗണ്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 2nd സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3rd നമ്മൾ 2 ട്രേഡ് എടുത്തു. 2ഉം പ്രോഫിറ്റിലായിരുന്നു. ആദ്യത്തെ ട്രേഡ് ഞാൻ ഫസ്റ്റ് ടൈം ഫണ്ടഡ് അക്കൗണ്ട്സ് ചെയ്യുന്നതുകൊണ്ട്, ഫസ്റ്റ് ടൈം ഫ്യൂച്ചേഴ്സിൻ്റെ ഫണ്ടഡ് അക്കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഏറ്റവും കുറഞ്ഞ ലോട്ട് ഒരു യൂണിറ്റ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ ആദ്യത്തെ ട്രേഡ് എടുത്തത്. അതുകൊണ്ടാണ് ഇത് 2 കൂടെ ചേർത്തിട്ട് ഒരു $500 വരേണ്ടതായിരുന്നു. ബട്ട് ട്രൈ ഔട്ട് ചെയ്യുമല്ലേ, ഫസ്റ്റ് ടൈം ട്രൈ ഔട്ട് ചെയ്യുന്നതുകൊണ്ട് അത് ലോസ് അധികം വരാത്ത രീതിയിൽ ആണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ബഫർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ തേഴ്സ്ഡേ NFP വീക്കിൻ്റെ പ്രീ NFP ആയതുകൊണ്ട് ഞാൻ അന്ന് എടുത്തില്ല. ആൻഡ് ഫ്രൈഡേ NFP കഴിഞ്ഞിട്ടും ഞാൻ ട്രേഡ്സ് ഒന്നും എൻ്റർ ചെയ്തില്ല. അതിന് മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൺഡേ വീണ്ടും പ്രോഫിറ്റിലായിരുന്നു. ഇതൊരു ലോസ് ഉണ്ട്. അതുകൊണ്ടാണ് അതും ഇതിൻ്റെ റിസ്ക് 0.25 ആയിരുന്നു 8ാം തീയതി എടുത്തത്. 0.25% റിസ്കിലായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ലോസും ഒരു വിന്നും ആയിരുന്നുകൊണ്ട് ഇത്രയും ബാലൻസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല.
നല്ല ഓപ്പർച്യൂണിറ്റി ഒന്നെങ്കിൽ കയറാൻ പറ്റാതെ ഇരുന്നങ്ങണ്ടാണ് അതുകൊണ്ട് പിന്നെ ഫോഴ്സ് ചെയ്തില്ല, ട്രേഡ്സ് ഒന്നും ഫോഴ്സ് ചെയ്തില്ല. നമുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ ഉള്ളെന്നുള്ള രീതിയിൽ അങ്ങ് പോയി. ഈ ആഴ്ചയായിരുന്നു ആക്ച്വലി ഇച്ചിരി ബെറ്റർ പെർഫോം ചെയ്യേണ്ടിയിരുന്നത്. ഇവിടെ റിസ്ക് കൂട്ടേണ്ടതായിരുന്നു. ഇത് ഓക്കെയാണ്. ഇത് ഓക്കെ ആയിട്ട് ബാക്കി 9, 10, 11, 12 ഈ ബാക്കി 4 ഡേയ്സിൽ റിസ്ക് കൂട്ടി അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടൊരു സെറ്റപ്പിൽ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യണമായിരുന്നു. ഇത് ബ്രേക്ക് ഈവൻ ആയിരുന്നു. ഈ 11th ബ്രേക്ക് ഈവൻ ആയിരുന്നേ പോലും കറക്റ്റ് ബ്രേക്ക് ഈവൻ വെച്ചപ്പോഴത്തേനും ഇത് നമ്മുടെ എനിക്ക് തോന്നുന്ന ഒരു കമ്മീഷൻ കോസ്റ്റ് പോലെ എന്തോ പോയതാണെന്ന് തോന്നുന്നു. കറക്റ്റ് ബ്രേക്ക് ഈവൻ ആയിരുന്നു. $0 ആയിരുന്നു നെറ്റ് നിൽക്കേണ്ടത്, പക്ഷെ എങ്ങനെയോ $8 പോയി അവിടെ. പിന്നെ ഉള്ളത് ഇത് ലോസ് ആയിരുന്നു. ഈ ഒരു 12th ഒറ്റ ട്രേഡ് എടുത്തുള്ളൂ. പിന്നെ അടുത്ത വീക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് അന്ന് ട്രേഡ് എടുത്തതില്ല. പിന്നെ ഇതൊക്കെയാണ് ഈ ഒരു ഹോൾ വീക്ക് തന്നെ മാനേജ് ചെയ്തിരുന്നെങ്കിൽ ഐ തിങ്ക് അത് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്ത് ബെറ്റർ ഡിസിഷൻസ് എടുത്തിരുന്നെങ്കിൽ ഒരു പ്രഷർ ഇല്ലാതെ എനിക്ക് ബാക്കി വീക്ക് ട്രേഡ് ചെയ്യായിരുന്നു. ആൻഡ് 3rd വീക്ക് അടിപൊളിയായിരുന്നു. മൺഡേ നമുക്ക് ട്രേഡ്സ് നല്ല ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. ഇതെല്ലാം എടുത്തേക്കുന്നത് ന്യൂയോർക്ക് സെഷൻ മാത്രമാണ്. ഈ ഒരു ഹോൾ വീക്ക് ന്യൂയോർക്ക് സെഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഏഷ്യൻ ട്രേഡ് ചെയ്തിട്ടില്ല. ഏഷ്യനോ ലണ്ടനോ ട്രേഡ് ചെയ്തിട്ടില്ല. ന്യൂയോർക്കിന്റെ AM സെഷനകത്ത് പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും മാത്രം. ഈ 3rd വീക്ക് അടിപൊളിയായിരുന്നു. ആസ് യു ക്യാൻ സീ വി മെയ്ഡ് സം ഗുഡ് മണി. $500 വെച്ച് രണ്ട് ദിവസം നമുക്ക് ഒരു ട്രേഡിൽ $447 എടുക്കാൻ പറ്റി. ഇവിടെ നമ്മൾ ഒരു ലോസും എടുത്തെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നിൽക്കുന്നത്. അതോ ഇത് ബ്രേക്ക് ആയിരുന്നു തോന്നുന്നു. ആൻഡ് ഇവിടെ നമ്മൾ ലോസ് എടുത്തു. സോ ഓവറോൾ വീക്ക് അടിപൊളിയായിരുന്നു. 3rd വീക്ക് അടിപൊളിയായിരുന്നു. ആൻഡ് 4th വീക്ക് വന്നപ്പോഴത്തേനും അതിനകത്തും കുറച്ച് മിസ്റ്റേക്സ് വരുത്തി. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഡേ ട്യൂസ്ഡേ നമ്മൾ എടുത്ത ട്രേഡ്സ് രണ്ടും ഇച്ചിരി മോശം ട്രേഡ്സ് ആയിപ്പോയി. അത് ഇച്ചിരി പ്രഷർ അവിടെ ബിൽഡ് ചെയ്തു. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി അപ്പായിട്ടിരുന്ന 1000 മണ്ടേയിലേക്ക് പ്രോഫിറ്റിൽ ബുക്ക് ചെയ്ത് നിന്നിരുന്നതാണ്. അത് പ്രോഫിറ്റ് ഫുള്ള് താഴത്തേക്ക് വീണ്ടും ഇറങ്ങി, $500 താഴത്തേക്ക് പോയി. അപ്പം കുറച്ച് പ്രഷർ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്കിനി 1, 2, 3, 4, 5 ദിവസം കൂടെ ഉള്ളൂ ട്രേഡ് ചെയ്യാന്നുള്ളൊരു സാധനം തലയിൽ കയറാൻ തുടങ്ങി. പ്രഷർ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഈ 30-ാം തീയതിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്നുള്ളത്. പിന്നെ പിറ്റേ ദിവസം പോയിട്ട് അന്ന് പിന്നെ അത് ക്ലോസ് ചെയ്തു. ഇനി ട്രേഡ്സ് എടുക്കണ്ട, 2 ട്രേഡ്സ് ലോസ് ആയ 2 ട്രേഡ്സ് നിർത്തണം എന്നുള്ള റൂള് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടും അത് തന്നെ അങ്ങ് ഫോളോ ചെയ്തു. ആൻഡ് അടുത്ത ദിവസം വന്നപ്പോഴും ഒരു ട്രേഡ് എടുത്തുള്ളൂ. അതും ന്യൂയോർക്കിൻ്റെ AM സെഷനിലാണ്. അതും ലോസ് ആയിരുന്നു. വി സ്റ്റോപ്പ് ഇറ്റ് ദർ. വേറെ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യില്ല. ബിക്കോസ് ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും താഴത്തേക്ക് പോകും. സോ അവിടെ കുറച്ച് മാനേജ് ചെയ്തെങ്കിൽ പോലും ഇറ്റ് വാസ് ക്വൈറ്റ് ഹാർഡ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മളത് റിക്കവർ ചെയ്തു. ഈ ഒരു ലോസ് നമുക്ക് റിക്കവർ ആയി. ഒറ്റ ട്രേഡ് അന്നും എടുത്തുള്ളൂ. അന്നും ഓക്കെ എന്നുള്ള സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി. ആൻഡ് 26-ാം തീയതി വന്നപ്പോഴത്തേനും നമുക്ക് 2 ലോസായി. അത് നിർത്തി, ഡിസിപ്ലിൻ കീപ്പ് ചെയ്തു. പക്ഷേ ഇറ്റ് വാസ് ടഫ് ബിക്കോസ് ഇനി 2 ദിവസം കൂടെ ഉള്ളൂ, മൺഡേ ആൻഡ് ട്യൂസ്ഡേ. ഈ 26-ാം തീയതി ഞങ്ങൾ നോക്കിയപ്പം ഞങ്ങളുടെ ബില്ലിംഗ് ഡേറ്റ് 2nd of October കാണിച്ചത്. അപ്പം ഞങ്ങൾ ഓർത്തു ഇനി 2-ാം തീയതി വരെ നമുക്ക് സമയമുണ്ട്. 2-ാം തീയതി ആണല്ലോ അക്കൗണ്ട് എടുത്തത്. അതുകൊണ്ട് 2-ാം തീയതി വരെ സമയമുണ്ടെന്നാണ് ഓർത്തിച്ചിരുന്നത്. പക്ഷേ 30-ാം തീയതിയാണ് നമുക്ക് ഈ അക്കൗണ്ട് കിട്ടുന്നത്, ഗിവ് അവേ ആയിട്ട് കിട്ടുന്നത്. സോ അന്ന് തന്നെ ആ ഇമെയിലിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു 30-ാം തീയതി റിന്യൂ ആവുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഞങ്ങൾ ഡിസ്കോഡിയൊക്കെ പോയി ചോദിച്ചെങ്കിൽ പോലും നമുക്ക് തന്ന റിപ്ലൈ എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് ഡേറ്റ് തന്നെ റിന്യൂ ആകത്തുള്ളൂ. അപ്പം 2-ാം തീയതി ബില്ലിംഗ് ഡേറ്റ് കാണിച്ചത്. അപ്പം ഞാൻ ഓർത്തു ഓക്കെ 2-ാം തീയതി വരെ ട്രേഡ്സ് കാണും. അപ്പം ഈ വീക്ക് പിന്നെ ഞങ്ങൾ ഈ ഒരു വീക്കിൽ പിന്നെ ട്രേഡ് ഒന്നും എടുത്തില്ല. 2 ലോസ് നിർത്തി കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, നമുക്ക് 2-ാം തീയതി വരെ സമയമുണ്ടല്ലോ, 3 ദിവസം കൊണ്ട് 2 ട്രേഡ് പോസിറ്റീവായിട്ട് കിട്ടിയാൽ ഫിനിഷ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോയി. ഈ ഹോൾ വീക്ക് പ്രഷറിലായിരുന്നു റൺ ചെയ്തിരുന്നത്. പിന്നെ ഇത്തരം കുറച്ച് ഏഷ്യൻ സെഷൻസും ഞങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിരുന്നു. അടുത്ത ഈ ഒരു വ്യാഴാഴ്ചത്തെ മാത്രം ഇത് ഏഷ്യൻ സെഷനിൽ എടുത്ത ട്രേഡാണ്. അത് മാത്രം ഓക്കെ ആയിരുന്നു. പിന്നെ ചില സമയത്ത് ട്രേഡ്സ് മിസ് ഔട്ടായി. ഐ മീൻ ഒന്നെങ്കിൽ മാർക്കറ്റിൽ കയറണം, അല്ലെങ്കിൽ ഞങ്ങൾ വരച്ചെടുത്ത് വരാതെ പോവുക. കൈൻഡ് ഓഫ് ഇച്ചിരി പാടായിരുന്നു ആ സമയത്തൊക്കെ എൻട്രി എടുക്കാൻ. മാർക്കറ്റിൽ കയറി ഞങ്ങൾക്ക് ശീലവും ഇല്ല. കാരണം ഞങ്ങളുടെ റിസ്ക് മാറിപ്പോകുന്നുള്ളത്. നോർമലി ലിമിറ്റിലാണ് കയറുന്നത്. സോ റിസ്ക് മാറിപ്പോവോ എന്നുള്ളൊരു ഇത് കാരണം ഞങ്ങൾ കയറാതെ വരികയും ചെയ്തു. അങ്ങനെ കുറച്ച് മിസ് ഔട്ടും ഉണ്ടായി. സോ ആ എല്ലാ പ്രഷറും കൂടെ നിൽക്കുമായിരുന്നു. എന്നാൽ പിന്നെ കുഴപ്പമില്ല, 2-ാം തീയതി വരെ സമയമുണ്ടല്ലോ, അങ്ങനെയുള്ള രീതിയിൽ 29-ഉം 30-ഉം ഒന്നും ട്രേഡ് ചെയ്താൽ ഫിനിഷ് ചെയ്യാം, 2-ന് മുന്നേ ഫിനിഷ് ചെയ്യാന്നുള്ള രീതിയിൽ നിന്നു. എന്നിട്ട് മൺഡേ നമ്മൾ ട്രേഡ് എടുത്തു. മൺഡേ ഓക്കെ ആയിരുന്നു. 4 ട്രേഡ് ഇത് പ്രഷർ ബിൽഡായിട്ടാണ്. ഇതൊക്കെ 1-2 ബ്രേക്ക് ചെയ്യാനായി പോയി.
ഇതിനകത്തും 2 വിന്നായിരുന്നു തോന്നുന്നു. മൺഡേ നമ്മൾ ലോസ് ഒന്നും എടുത്തില്ല. 2 ബ്രേക്ക് ഈവനും 2 വിന്നുമാണ് നമുക്ക് ഈ ഒരു മൺഡേ നമുക്ക് കിട്ടിയത്. ആൻഡ് ഇവിടെ റൂൾസിനകത്ത് കുറച്ച് മാറ്റം വരേണ്ടി വന്നു. കാരണം 2 ലോസായി നിർത്തും, അത് ഫോർ ഷുവർ. പക്ഷേ ബ്രേക്കിൻ ആയതുകൊണ്ട് മാത്രം 2 ട്രേഡും കൂടെ എക്സ്ട്രാ എടുത്തു. ഇവിടെ നിങ്ങൾക്ക് 6 ട്രേഡ് കാണാം. ഇത് ഓവർ പ്രഷറായിരുന്നു. കാരണം ഇവിടെ $590 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് ഇനിയും ഒരു 2000 പ്ലസ് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നു. സോ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം നമുക്ക് കുറച്ചുകൂടെ പുഷ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് ഈ 6 ട്രേഡ് കാണുന്നത്, 6-4 ഒക്കെ കാണുന്നത്. വിഷയം എന്ന് പറഞ്ഞാൽ ഫുൾ പോട്ട് ചെയ്യാനും പറ്റില്ല. ഫുൾ പോട്ട് ചെയ്താൽ അല്ലെങ്കിൽ കൂടുതൽ റിസ്ക് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്താലുള്ള വിഷയം, നമുക്ക് കൺസിസ്റ്റൻസി റൂൾ ഉള്ളതുകൊണ്ട് ഡെയിലി പ്രോഫിറ്റ് 1500 മൺഡേ പോവില്ല. സോ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ $500 മൺഡേയിൽ ഒരു ട്രേഡിൽ എടുക്കുക. അതുകൊണ്ട് 2 ട്രേഡ് ആകുമ്പോഴത്തേന് 1000 സംതിങ്, ഒരു 1500-250 അണ്ടർ നിൽക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പുഷ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ 30-ാം തീയതി ഇറ്റ് വാസ് സോ ഇൻറ്റൻസ്. വൈകിട്ട് നമ്മൾ PM സെഷൻ വരെ ഇരിക്കേണ്ടി വന്നു. അത് PM സെഷനിലെ ട്രേഡ് ക്ലോസ് ചെയ്യേണ്ട സമയമായപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിന് ഇമെയിൽ വരുന്നത്, അക്കൗണ്ട് റിന്യൂ ചെയ്യാൻ പറ്റിയില്ല, പേയ്മെൻറ്റ് ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട്. ആ ഇമെയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആൻഡ് അങ്ങനെ ഈ അക്കൗണ്ട് അങ്ങനെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. മൊത്തം കൂടെ ഒരു 62% വിൻ റേറ്റ് ഉണ്ട് ഈ ഒരു ഹോൾ മന്ത്. ദിസ് വാസ് ദ ബെസ്റ്റ് മന്ത് സോ ഫാർ. ഇതുവരെ എടുത്തതിന് വെച്ച് 62 ഒന്നും ഞാൻ ക്രോസ് ചെയ്തിട്ടില്ല. 52 ആയിരുന്നു മാക്സിമം വിൻ റേറ്റ് കിട്ടിയിരുന്നത്. ഇപ്പം 62ലേക്ക് മാറി. ഇതിനകത്ത് 58% വിൻ റേറ്റ് കാണിക്കുന്നുണ്ട്. ഇത് അപ്ഡേറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. സിങ്ക് ആക്കിയിട്ടും അപ്ഡേറ്റ് ആയിട്ടില്ല. എനിവേസ് ഇതിൽ ബെസ്റ്റ് ട്രേഡ് $609 ആയിരുന്നു, വേഴ്സ്റ്റ് ട്രേഡ് $343 ആയിരുന്നു. ഇതാണ് ഓവറോൾ ഈ മന്തിൻ്റെ മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സിൻ്റെ എങ്ങനെ പോയി എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫിങ്. ഇതിലെ ട്രേഡ്സ് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ട്രേഡ്സ് ഈ വീക്കിലെ കുറച്ച് ട്രേഡ്സ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഫുള്ള് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ വീക്കിലെടുത്ത ഒരു 4 ട്രേഡ് എങ്ങാണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ടൈം ലാപ്സ് പോലെ കാണിക്കാം. ഒരു ലാഗില്ലാതെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് യെസ്, ഇതൊക്കെയാണ് ട്രേഡ്സ്. 356, 609. കുഴപ്പമില്ല, നല്ല രീതിയിൽ ഈ മന്ത് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. പിന്നെ ഫസ്റ്റ് 3 വീക്ക് എനിക്ക് പ്രഷർ ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റി. ഞാൻ AM സെഷൻ മാത്രമാണ് ട്രേഡ് ചെയ്തത്. സോ ആക്ച്വലി ട്രേഡിങ്ങിൽ റെഡി ആയി കഴിഞ്ഞാൽ ന്യൂയോർക്കിൻ്റെ AM സെഷൻ മാത്രം ട്രേഡ് ചെയ്താലും ഓക്കെയാണ്. പിന്നെ ഏഷ്യൻ സെഷനിൽ മൂവ്മെൻ്റ് ഉണ്ട് ഗോൾഡിനകത്ത്. അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ എടുക്കണമെന്ന് തോന്നിയാൽ ഏഷ്യൻ സെഷനും കൂടി എടുക്കും. ഈ 2 സെഷനാണ് മെയിനായിട്ട് എടുക്കുന്നത്. ലണ്ടൻ ഞാൻ അധികം വാച്ച് ചെയ്യാറില്ല. ഈ ഒരു സമയത്ത് ലണ്ടൻ വാച്ച് ചെയ്ത് ട്രേഡ് എടുത്തിട്ടുണ്ട്. കാരണം അത്രയും പ്രഷർ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു സാധനം തലയിൽ കിടന്നുകൊണ്ട് പ്രഷർ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങ് ലണ്ടൻ സെഷനിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നപ്പോൾ കയറി. ഇറ്റ് വാസ് ഓൾ ഗുഡ്. എൻ്റെ സെറ്റപ്പ് എനിക്കിപ്പോൾ അറിയാം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഒരു അക്കൗണ്ട് കൂടെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പാസ്സാകാൻ പറ്റും. കുറച്ചുകൂടെ ഡിസിഷൻ മേക്കിങ്ങിലാണ്. ഞാൻ പറഞ്ഞ പോലെ ഡിസിഷൻ മേക്കിംഗ് പ്രോപ്പർ ആയിരിക്കണം. നിങ്ങളൊരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാലും എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. ആദ്യം ലോ റിസ്കിൽ പോയി കഴിഞ്ഞാലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പിന്നെ റിസ്ക് കൂട്ടുമ്പം ചിലപ്പോൾ തിരിച്ച് ഡ്രോ ഡൗണിലേക്ക് പോകുന്നത് ഇച്ചിരി ഹെവി ആയിരിക്കും. അപ്പം മാനേജ് ചെയ്ത് നിങ്ങളത് പ്ലാൻ ചെയ്തിട്ട് വരുമ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ആദ്യത്തെ ഒരു 2 ട്രേഡോ 3 ട്രേഡോ എല്ലാം 0.25 റിസ്ക് ചെയ്തിട്ട് പിന്നെ 0.5 പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് ബഫർ ബിൽഡ് ചെയ്തിട്ട് റിസ്ക് കൂട്ടി നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ടോട്ടൽ ശരിക്കും ഒരു 5 ദിവസം മതി. ഇത് 5 ദിവസം മാക്സിമം മതി അക്കൗണ്ട് പാസ്സാകാൻ. കാരണം 1 സ്റ്റെപ്പാണ്. $3,000 പ്രോഫിറ്റിലേക്ക് എത്തിച്ചാലും മതി. ഇറ്റ് ഈസ് ഓൾ ഗുഡ്. കുഴപ്പമില്ല. അടുത്തൊരു അക്കൗണ്ട് എടുക്കുമ്പം അങ്ങനെ ഇനി പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഗിവ് അവേ കിട്ടിയതായതുകൊണ്ട് ഫസ്റ്റ് ടൈം ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നതുകൊണ്ടും ഉള്ളൊരു ആദ്യത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് പ്ലാൻ ചെയ്യാതെ പോയത് എൻ്റെ മിസ്റ്റേക്കാണ്. ഐ ടേക്ക് കംപ്ലീറ്റ് അക്കൗണ്ടബിലിറ്റി ഫോർ ഓൾ ദ മിസ്റ്റേക്സ് ദാറ്റ് ഐ മെയ്ഡ്. സോ ഓവറോൾ മന്തിൽ ഒരു 5 days മാത്രം ഈ ഒരു ഡേ അവോയ്ഡ് ചെയ്താൽ ഇത് ബ്രേക്ക് ചെയ്യാനായിരുന്നു. ഈ ഒരു ഡേ അവോയ്ഡ് ചെയ്താൽ നമുക്ക് 5 ദിവസം മാത്രമേ ലൂസിങ് സ്ട്രീക്ക് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ലൂസിങ് ട്രേഡ്സ് ഉണ്ടായിരുന്നുള്ളൂ. ലൂസിങ് സ്ട്രീക്ക് ഇല്ലായിരുന്നു. ഈ ഒരൊറ്റ വീക്ക് മാത്രമേ നമ്മൾ ബാഡായിട്ട് പെർഫോം ചെയ്തുള്ളൂ. ദ 4th വീക്ക്
ഇത് റീസെറ്റ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ബില്ലിങ്ങിനകത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നത്, ക്യാൻസൽഡ് ആയിട്ട് കാണിക്കുന്നത്. റിന്യൂവൽ പറ്റിയില്ല, സ്റ്റാറ്റസ് ഫെയിൽഡ് ഒന്നും കൂടെ കാണിക്കുന്നത്. സോ ദിസ് ഇസ് ദ മൈ ഫണ്ടഡ് ഫീച്ചർ. ഇതിൻ്റെ ഇമെയിലും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ ഇതാണ് ഇമെയിൽ വന്നത്, പേയ്മെൻറ്റ് ഫെയിൽഡ്. $77 ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഇനി ന്യൂ ഇവാലുവേഷൻ വാങ്ങിച്ച് കണ്ടിന്യൂ ചെയ്യാനേ വഴിയുള്ളൂ, അല്ലാതെ നമുക്കിനി അതിനകത്ത് ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതാണ് ഗിവ് അവേ കിട്ടിയ ഇമെയിൽ. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു 50Kയുടെ 30th ഓഫ് ദിസ് മന്ത് റിന്യൂ ആകും എന്നുള്ളത് ലൈവ് അൺടിൽ എന്നാണ് കൊടുത്തിരുന്നത്. സോ ഇതേ ഡേറ്റിൽ തന്നെ അത് പോവുകയും കൂടെ ചെയ്തു. ആക്ടിവേഷൻ ഫീസ് ഇല്ല. 5 50K അക്കൗണ്ട്സ് വരെ നമുക്ക് ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത അക്കൗണ്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ട്, കാരണം എനിക്ക് ഫ്യൂച്ചേഴ്സിനോട് താല്പര്യം വന്നു തുടങ്ങി. ബിക്കോസ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടു ട്രേഡ് ഇൻ ഫ്യൂച്ചേഴ്സ്. ആൾക്കാർ നേരത്തെ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നതാണ് അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും അറിയത്തില്ലായിരുന്നു, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. പിന്നീട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഫ്യൂച്ചേഴ്സിനകത്തോട്ട് CFD-യെക്കാളും കുറച്ചുകൂടെ ഫ്യൂച്ചേഴ്സ് നല്ല തോന്നുന്നുണ്ട്. ബിക്കോസ് സ്പ്രെഡ് ഒന്നും ഇല്ലാതെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുക എന്ന് തന്നെ ദാറ്റ്സ് ബിഗ് തിങ്. അതുകൊണ്ട് ഞാൻ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്താലോ എന്നും ആലോചിക്കുന്നുണ്ട്. 50Kയുടെ അക്കൗണ്ടിന് $77 ആണ് ഗിവ് അവേ. ഇനി വല്ല ഓഫേഴ്സ് കാര്യങ്ങളോ ഉണ്ടോയെന്ന് കൂടെ നോക്കണം. അതുണ്ടെങ്കിൽ ഐ വിൽ ബി പർച്ചേസിങ് 1 more അക്കൗണ്ട് സൂൺ ആൻഡ് അത് ട്രേഡ് ചെയ്യണം. ഞാൻ എടുത്ത ട്രേഡ്സ് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ടൈം ലാപ്സ് പോലെ ഇട്ടേക്കാം, സോ ദാറ്റ് യു ഗൈസ് ക്യാൻ വാച്ച് ദ ട്രേഡ്സ് അറ്റ്. ഒരു 4 ട്രേഡ് കണ്ടുണ്ട്, 4-5 ട്രേഡ് കണ്ടുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തത്. അതും കൂടെ ഇതിനകത്ത് ഷെയർ ചെയ്തേക്കാം. സോ വാച്ച് ദോസ് ട്രേഡ്സ്. ഞാൻ എക്സിക്യൂട്ട് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അന്നേരം കാണാൻ പറ്റും. ആൻഡ് മിസ്റ്റേക്സ് ഞാനത് ഓഡിയോ ഒന്നും കാണത്തില്ല, ജസ്റ്റ് കുറച്ച് ലെങ്തി വീഡിയോസ് ആണ്. ഞാനത് ടൈം ലാപ്സ് ആക്കി തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. സോ യെസ്.